Hello. Let's not forget the early bird gets the house. And my name is Ubaba Potato. അപ്പോൾ നമ്മളിപ്പോൾ മിസ്റ്ററി ഹിൽസ് പറഞ്ഞ ഒരു എന്തായിരുന്നു പറയുക ഗ്രാവിറ്റി മിസ്റ്ററി ഹിൽ എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ, ഒരു മ്യൂസിയം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഓക്കെ, നോർത്ത് കാരോലിന, അമേരിക്കയിലെ നോർത്ത് കാരോലിന സ്റ്റേറ്റിലുള്ള മിസ്റ്ററി ഹില്ലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ മുമ്പ് ഇല്യൂഷൻ മ്യൂസിയം, വാഷിംഗ്ടൺ DC-യിലെ ഇല്യൂഷൻ മ്യൂസിയത്തിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലത്തെ ഒരു സംഭവമാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. റേറ്റ് ആണ് ഇപ്പോൾ ഒരു രക്ഷയില്ലാത്ത റേറ്റ് ആണ്. അത് വെർത്താണോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ ഇത് കഴിഞ്ഞ അവസാനം പറയുക. അതെ, നമ്മൾ വാഷിംഗ്ടൺ DC-യിൽ ഇങ്ങനെ $20 ആയിരുന്നു. $20-25 ഉണ്ടായിരുന്നു. ഇത് $50 ഒരാൾക്ക്. 49. ഒരാൾക്ക് അഡൽസിന് $50, കുട്ടികൾക്ക് $40 റേറ്റ്. കുറവൊന്നുമില്ല. കുട്ടികളാണെന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല. കുറവ് 4 yearsന്റെ താഴെ ആണെങ്കിൽ മാത്രമേ കുറവുള്ളൂ. അതെ, അപ്പൊ നമ്മള് വെർത്താണോ ഇല്ലയോ എന്ന് പറയാം. അതെ, നമുക്ക് നോക്കി കഴിഞ്ഞിട്ട് വന്നിട്ട് പറയാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇതാണ് നമ്മുടെ ഇവിടെയുള്ള അട്രാക്ഷൻസ്. അത് ഗ്രാവിറ്റി, ഡിഫൈ ഗ്രാവിറ്റി, പിന്നെ കുറേ സയൻസിൻ്റെ സംഭവങ്ങൾ, പിന്നെ ബബിളിൻ്റെ സാധനങ്ങൾ, പിന്നെ അമേസിങ് ഹിസ്റ്ററി, നേറ്റീവ് അമേരിക്കൻ ആർട്ടിഫാക്ട്സ്, പിന്നെ ബുൾ റൈഡിൻ്റെ ഒരു ചാലഞ്ച് ഉണ്ട്, ജം മൈനിങ് ഉണ്ട്, പിന്നെ ഓൾഡ് ടൈം ഫോട്ടോസ് ഉണ്ട്. ഇത്രയും സാധനങ്ങളാണ്. ഇത്രയും പിന്നെ ഇതൊരു ആക്സ് ത്രോയിങ്, അങ്ങനെ കുറച്ച് പരിപാടികളും കൂടിയും ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടിയിട്ടാണ് ഈ റേറ്റ്. ഓക്കെ, നമുക്ക് പോയി നോക്കാം. നാച്ചുറൽ ഗ്രാവിറ്റേഷണൽ അനോമലി. ഓക്കെ, നമ്മുടെ ടൂർ സ്റ്റാർട്ട് ചെയ്യാൻ സമയം എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. ടിക്കറ്റ് എടുത്ത എല്ലാവർക്കും ഒരു സ്റ്റിക്കർ തന്നിട്ടുണ്ട്. അവിടെ എൻട്രി പാസ്സായിട്ട് ഈ സ്റ്റിക്കറാണ്. അപ്പോൾ എല്ലാവരും സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച്. ഈ പുള്ളിക്കാരനാണ് നമ്മുടെ ഗൈഡ്. അപ്പം പുള്ളി ഇതിൻ്റെ ഒരു ഓവർവ്യൂവും ഇതിൻ്റെ ഒരു ഹിസ്റ്ററിയൊക്കെ പറഞ്ഞു തരുവാണ് നമുക്ക്. ഈ സ്ഥലം പണ്ട് ഒരു ആപ്പിൾ ഫാം ആയിരുന്നു. ഹഡ്സൺ ഫാമിലി ഓൺ ചെയ്തിരുന്ന ഒരു ആപ്പിൾ ഫാം ആയിരുന്നു. ആ ഫാമിൽ ഒരിക്കൽ ഇതിൻ്റെ ഓണർ നിൽക്കുമ്പം ഒരു ആപ്പിൾ മരത്തിൽ നിന്ന് താഴോട്ട് വീണിട്ട് ഒരു സ്ലോപ്പിലൂടെ താഴോട്ട് ഉരുണ്ട് പോകുന്നതിന് പകരം സ്ലോപ്പിലൂടെ മുകളിലോട്ട് ഉരുണ്ട് പോകുന്നത് കണ്ടു എന്നാണ് പറയുന്നത്. അതിൻ്റെ പുറകെ കൂടുതൽ അന്വേഷിച്ച് പോയിട്ടാണ് ഇങ്ങനെ ഒരു അട്രാക്ഷൻ അവർ ഉണ്ടാക്കിയെന്നാണ് പറയപ്പെടുന്നത്. Right here, it actually shows y'all all the places in the United States that has this kind of weird stuff going on. But y'all might know. ഇത് പണ്ട് ഈ ഫാമിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന കുറേ എക്യുപ്മെൻറ്റ്സ് ആണ് കാണുന്നത്. വൈനും അതുപോലെയുള്ള പല പല ഡ്രിങ്കുകൾ വാറ്റാൻ ഉപയോഗിച്ചിരുന്ന വാറ്റുയന്ത്രങ്ങളാണ് ഈ കാണുന്നത്. അതുപോലെ പണ്ട് ഫാമിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറേ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പോയത് അടുത്തൊരു ചെറിയൊരു അട്രാക്ഷനാണ്. അതായത് ഈ ഒരു സ്ഥലത്ത് 2 കുട്ടികൾ നിൽക്കുന്നുണ്ട്, നമ്മുടെ സനയും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ആ പ്ലേസ് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഹൈറ്റ് കുറഞ്ഞ പോലെ, ഒരാൾ ഹൈറ്റ് കൂടുതലുണ്ടായിരുന്ന ആൾ കുറഞ്ഞ ആൾ കൂടുമെന്നാണ് പറയുന്നത്. ഇതെല്ലാം ഓരോ ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ്. ഓക്കെ, ഇനിയാണ് നമ്മളിവിടുത്തെ മെയിൻ അട്രാക്ഷനായ ഗ്രാവിറ്റേഷണൽ അനോമലി റൂമിലോട്ട് പോകുന്നത്. ഈ റൂമിനകത്ത് കയറിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിലൊരു വിയേർഡ് ഫീലിംഗ് ആണ്. ഓക്കെ, നമ്മൾ ഇവിടെ നിൽക്കുന്നത് കണ്ടോ, ഈ ആളുകളെല്ലാവരും ഇങ്ങനെ ചരിഞ്ഞാണ് നിൽക്കുന്നത്. നമ്മുടെ ഗൈഡൊക്കെ നടക്കുമ്പോൾ മൊത്തത്തിൽ ചരിഞ്ഞായിരിക്കുന്നത്. ഇവർ പറയുന്നത് ഈ ഏരിയയിൽ ഈ ഒരു ഭാഗത്ത് ഭയങ്കരമായ ഗ്രാവിറ്റേഷൻ്റെ എന്തൊക്കെയോ ഭയങ്കര ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. സംഭവം ബേസിക്കലി ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ്. ആ റൂം ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് സംഭവം. ഈ റൂമിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ ആദ്യം നമുക്ക് നടക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതായത് നമുക്ക് ബാലൻസ് ചെയ്യാൻ കിട്ടാതെ അങ്ങനെ കുറച്ച് നേരം ബുദ്ധിമുട്ടി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമുക്ക് അതിലൊന്ന് കോൺഫിഡൻ്റ് ആയിട്ട് നടക്കാൻ പറ്റിയത്. ഈ റൂമിനകത്തിട്ട് ഒരു ഫാമിലി അവരുടെ പട്ടിയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പട്ടിക്കാണെങ്കിൽ ആകെ പരവേശം പിടിച്ച് അത് കിടന്ന് ബഹളം ഉണ്ടാക്കി. അവർക്ക് പിന്നെ അതിനകത്ത് നിൽക്കാൻ പറ്റിയില്ല. അവർ വേഗം അതിനെയും കൊണ്ട് സ്ഥലം വിട്ടു. ഇവിടെ അവരത് കുറച്ചും കൂടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് ഇവരൊരു സ്വിങ് വെച്ചിട്ടുണ്ട്. ഇപ്പം സ്വിങ് അവർ പറയുന്നത് ഇൻഫിനിറ്റി സ്വിങ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിൽ ആടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഫോഴ്സ് ഒന്നും കൊടുക്കാതെ തന്നെ അത് ആടിക്കൊണ്ടേയിരിക്കും. അതുപോലെ വേറൊരു സാധനമാണ് ഇവിടെ വെച്ചിരിക്കുന്ന ഒരു പൈപ്പ്. ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം മുകളിലോട്ട് കയറി പോകുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. അങ്ങനെ നമ്മൾ ആ റൂമിൽ നിന്ന് പുറത്ത് വന്നു. ഒരുപാട് നേരമൊന്നും അതിനകത്ത് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമുക്ക് ഏകദേശം ഒരു തലകറക്കത്തിൻ്റെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം അവിടെ നിന്ന് സ്ഥലം വിട്ടു.
പിന്നെ അതുപോലെ കുറേ അട്രാക്ഷൻസ് ഉണ്ടായിരുന്നു ഇവിടെ. ഗ്ലോ ഇൻ ദ ഡാർക്ക്, അതുപോലെ ഷാഡോവിൻ്റെ കുറേ അട്രാക്ഷൻസ്, അങ്ങനെ കുറേ, അതായത് ഓരോ ഇല്യൂഷൻസ്, പലതരത്തിലുള്ള ഇല്യൂഷൻസാണ് ഉണ്ടായിരുന്നത്. അതുപോലെ കണ്ട വേറൊരു സാധനമാണ് നമ്മുടെ ഇതേ ഒരു പ്ലാസ്മ ബോൾ. ഇത് നമ്മൾ പല സ്ഥലത്തും കാണാറുണ്ട്, അത് ഇവിടെയും ഉണ്ടായിരുന്നു. റെഡി? അതുപോലെ ഒരു മിറർ മേസിൻ്റെ ഒരു ഇല്യൂഷനാണ് ഈ കാണുന്നത്. കണക്ട് ചെയ്യാത്ത ടാപ്പ്, ബാക്കിൽ കണക്ഷൻ ഇല്ലാത്ത ടാപ്പ്. ഇതാണ് ഷാഡോവിൻ്റെ ഇല്യൂഷൻ. നമ്മുടെ ഷാഡോ ആ സ്ക്രീനിൽ കുറച്ച് നേരം നിൽക്കും. ഇത് ആ ലൈറ്റിൻ്റെയും ആ സ്ക്രീനിൻ്റെയും എന്തോ ഒരു പ്രത്യേകതയാണ്. ഇതതുപോലെ ബെർണോളീസ് ബ്ലോവർ എന്ന് പറഞ്ഞിട്ട്, അതായത് ബെർണോളീസ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഒരു എയർ ബ്ലോ ചെയ്ത് അതിൽ നമ്മുടെ ബോളുകൾ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന ഒരു പരിപാടി. ഇവിടെ ഒരു പിക്ചർ വെച്ചിട്ടുണ്ട്. പിക്ചർ കാണുമ്പോൾ നമുക്ക് വീടായിട്ട് തോന്നും, പക്ഷേ ആ ഗ്ലാസ്സിൽ അതിൻ്റെ റിഫ്ലക്ഷൻ കാണുമ്പോഴാണ് അതിൻ്റെ ആക്ച്വൽ പിക്ചർ നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ഇവിടെ കുറേ ബബിളിൻ്റെ ഒരു ഏരിയയാണ്. ബബിളിൽ കൊണ്ട് കളിക്കാൻ കുട്ടികൾക്കും നമുക്കും ഒക്കെ കളിക്കാനായിട്ട് ഉള്ളൊരു സ്ഥലമാണ്. വലിയ ജയൻറ്റ് ബബിളൊക്കെ ഉണ്ടാക്കി നമ്മളെ തന്നെ ബബിളിൻ്റെ അകത്തോട്ട് കവർ ചെയ്യുന്ന കുറേ പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ ആ കാണുന്നതാണ് നമ്മുടെ ആക്സ് ത്രോയിങ്ങിൻ്റെ ഏരിയ, ടോം ഹോക്ക് ത്രോ. ഇവിടെ ഒരു പഴയ ട്രാക്ടറൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പഴയ മെക്കോർമിക് ഡീറിങ് കമ്പനിയുടെ ട്രാക്ടറാണ്. തുരുമ്പിച്ച ട്രാക്ടറൊക്കെ നിർത്തിയിട്ടുണ്ട്. ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ ഉണ്ട് ഇവിടെ. ടോം ഹോക്ക് ഹോൾ. തണുത്ത വെതറാണ്. അധികം തണുപ്പില്ല, പക്ഷെ നല്ല കാറ്റുണ്ട്. ആക്സ് ത്രോയിങ് നമുക്ക് പോയി നോക്കാം. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ അട്രാക്ഷൻ ആയിട്ട് ഒരു സാധനം ഇവിടെ കാണുന്നുണ്ട്. ഒരു കോഴി, ഹെൻ ഹൗസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി ഒരു കോഴിനെ വെച്ചിട്ടുണ്ട്. എന്താണെന്തോ. അതെ, കോഴിക്ക് തീറ്റ കൊടുക്കാൻ 25 cents കൊടുത്ത് കോഴിത്തീറ്റ വാങ്ങാം. അവിടെ കൊണ്ട് കോഴിക്ക് തീറ്റ കൊടുക്കാം. കോഴിനെ കാണാത്ത ആളുകൾക്ക് കോഴിനെ പെറ്റ് ചെയ്യാം. തണുപ്പാണെങ്കിലും അകത്ത് ഹീറ്ററൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കോഴിക്ക്. കണ്ടോ, അകത്ത് കൊണ്ടൊരു ആ റൂമിനകത്തൊരു ഓറഞ്ച് ബൾബ് കത്തുന്നത്, അത് ഇൻഫ്രാറെഡ് ഹീറ്ററാണ്. ആ അകത്തുനിന്ന് ഒരു കോഴിയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഫുൾ ഫാമിലി ഉണ്ടെന്ന് തോന്നുന്നു അവിടെ കോഴിൻ്റെ ഫുൾ സെറ്റ്. അവിടെ 2-3 കോഴിയുണ്ട്. ലോട്ട് ഓഫ് കോഴീസ്. യെസ്, ഇതാണ് കോഴി എക്സിബിറ്റ്. കൊക്കരാ സൗണ്ട് ഉണ്ടാക്കി നോക്കട്ടെ. ഷാനി നോക്കട്ടെ. ഗാബിൾ, ദാറ്റ്സ് നോട്ട് എ ടർക്കി. അയ്യോ, മഴയായതുകൊണ്ട് ഇവിടെ, ഇതാണ് ആക്സ് ത്രോ, ടോം ഹോക്ക് ത്രോ ആണ്. പക്ഷേ ഇവിടെ മഴയായതുകൊണ്ട് ത്രോയിങ് ഇല്ല എന്നാണ് തോന്നുന്നത് അല്ലേ? ആരും കാണുന്നില്ല. ചോദിച്ചു നോക്കാം. ആക്സ് ഉണ്ടോ? ദാറ്റ്സ് ജസ്റ്റ് സം കരിഞ്ഞ ഉണങ്ങിയ വിറക്. അപ്പോൾ അടിപൊളിയല്ലേ? സ്പെഷ്യൽ അട്രാക്ഷൻ ആണെന്നാണ് പറയപ്പെടുന്നത്. അതെ, ആകാശ് പോയി. ചോദിച്ചു നോക്കാം. ഇവിടെ കുട്ടികൾക്കുള്ള ആക്സ് ത്രോയിങ് ഉണ്ട്, ബോൾ ത്രോയിങ്. ഇതാണ് ഇവിടുത്തെ ആക്സ് ത്രോയിങ്ങിൻ്റെ റേറ്റ്. $24.95 പെർ സെഷൻ ആണ് റേറ്റ്. നമ്മുടെ ടിക്കറ്റിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണെന്നാണ് പറഞ്ഞത്. പിന്നെ അടുത്ത ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു നേറ്റീവ് അമേരിക്കൻസിൻ്റെ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആരോ ഹെഡിൻ്റെ ഒരു കളക്ഷനാണ്. ആരോ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ യൂസ് ചെയ്ത ടൂളാണ്. അതായത് ഹണ്ടിങ്ങിനൊക്കെ ആയിട്ട് യൂസ് ചെയ്തിരുന്ന ഷാർപ്പായിട്ടുള്ള സ്റ്റോൺസ്. അത് സ്റ്റോൺസ് ഒക്കെ പോളിഷ് ചെയ്ത് ഷാർപ്പാക്കി അവരത് ഹണ്ടിങ്ങിന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കൂട്ടം കളക്ഷനാണ് ഇവിടെയുള്ളത്. ഒരു വലിയൊരു കളക്ഷനാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉള്ളത് ഇവിടെയാണെന്നാണ് പറയുന്നത്. അത് പല രീതിയിൽ അവർ ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഈ നേറ്റീവ് അമേരിക്കൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ എന്താണ് പറയുക, അമേരിക്കൻ ഇന്ത്യൻ അല്ല, ഇന്ത്യൻ അമേരിക്കൻ അല്ല, അമേരിക്കൻ ഇന്ത്യൻസ് തന്നെയാണ്. അമേരിക്കൻ ഇന്ത്യൻസ് എന്നാണ് നമ്മുടെ ഇവിടുത്തെ
പണ്ടത്തെ അമേരിക്കക്കാരെ വിളിക്കുന്നത്. നമ്മുടെ പണ്ട് കൊളംബസ് വന്ന് ഇന്ത്യയാണെന്ന് തെറ്റിദ്ധരിച്ച് ഇന്ത്യൻസ് എന്ന് വിളിച്ച ആളുകളെ ഇപ്പോൾ അവരെ വിളിക്കുന്നത് അമേരിക്കൻ ഇന്ത്യൻസ് എന്നാണ്. അങ്ങനെ പല ട്രൈബുകളുണ്ട്. അപ്പോൾ അവർ യൂസ് ചെയ്ത സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഈ സാധനങ്ങളൊക്കെ കണ്ടോ, അതായത് ഡ്രില്ലായിട്ട് യൂസ് ചെയ്തത്, മരങ്ങളിലൊക്കെ ഡ്രില്ല് ചെയ്യാൻ വേണ്ടി, ഹോൾസ് അടിക്കാൻ വേണ്ടി യൂസ് ചെയ്ത സാധനങ്ങളാണെന്നാണ് പറയുന്നത്. ഈ മ്യൂസിയത്തിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഫുൾ കാര്യങ്ങളും കാണാൻ പറ്റി. ഈ മ്യൂസിയത്തിൻ്റെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് $10 എന്തോ ആണ്. അതായത് ഈ ഒരു മ്യൂസിയത്തിലോട്ട് മാത്രമായിട്ട് വരുവാണെങ്കിൽ $10 എൻട്രി ഫീസ്. നമ്മൾ ആ ഫുൾ പാക്കേജ് ഒന്നിച്ചെടുത്തുകൊണ്ട് ഇത് ഫ്രീ ആണ് അതിൻ്റെ കൂടെ. Arrows. What is this? Arrow. These stuff are arrowheads. Yeah, the thing that kills the animals and stuff. Hunting. Yeah. Okay. ഇതിൻ്റെ അടുത്ത് തന്നെയുള്ള അടുത്ത അട്രാക്ഷനാണ് ഈ ഒരു ഡൗട്രി ഹൗസ് ഹെറിറ്റേജ് മ്യൂസിയം എന്ന് പറയുന്നത്. അതായത് ഒരു 19th സെഞ്ച്വറിയിൽ അവിടെ ഉണ്ടായിരുന്നൊരു ഹൗസ് അതേപോലെ അവർ കീപ്പ് ചെയ്തിരിക്കുകയാണ്. ഈ ഏരിയയിൽ ആദ്യമായിട്ട് ഇലക്ട്രിസിറ്റി കണക്ഷൻ കിട്ടിയ ഹൗസാണെന്നാണ് പറയുന്നത്. അവിടെ കുറേ ആ സമയത്തുണ്ടായിരുന്ന സ്യൂയിങ് മെഷീൻ, വാഷിംഗ് മെഷീൻ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ അവർ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. ഇവരത് നല്ല രീതിയിൽ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ വേറെ ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ വീടിനകത്തോട് നടക്കുമ്പോൾ ഒരു പേടി, വല്ല പ്രേതഭവനം പോലെയുണ്ട് പെട്ടെന്ന് കാണുമ്പോൾ. വായിച്ചല്ലോ ഇതാ അച്ചു, ഒരു ഓൾ ദി ബെസ്റ്റ്. ഷാനി മൂവ്. അങ്ങനെ brave ആയിട്ട് പോയിരിക്കുകയാണ്. വണ്ടർഫുൾ, അമേസിംഗ്. Give her a big round of applause. അയ്യോ. Wonderful, 9 seconds. Maybe I will try. Maybe. Sure ആണെങ്കിൽ മാത്രം മതി. It's fun actually. Yeah. Daddy. നല്ല ഭംഗിയായിട്ട് കൊത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഹഡ്സൺ ഓർച്ചാർഡ് എന്ന് പറയുന്ന ഈ ഒരു സാധനം ഓർച്ചാർഡ് പറഞ്ഞാ ആപ്പിൾ ഫാംസ് അതൊക്കെ മാറ്റിയിട്ടാണ് ഈ മിസ്റ്ററി ഹിൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെ, അവര് കാലിഫോർണിയയിലുള്ള ആൾക്കാരാണെന്നല്ലേ പറഞ്ഞത്. അവര് പിന്നെ അല്ലല്ല, ഇവിടെയുള്ള ആൾക്കാർ ഇവിടത്തെ ആ ഗ്രാവിറ്റി അനോമലി കണ്ടപ്പോൾ അവർ കാലിഫോർണിയയിൽ പോയി സിമിലർ സ്ഥലം എക്സ്പ്ലോർ ചെയ്ത് വന്നിട്ട് മിസ്റ്റർ ഹിൽ ഇവിടെ ബിൽഡ് ചെയ്തെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഇതാണ് ഓൾഡ് ടൈം ഫോട്ടോസിൻ്റെ ഫോട്ടോ സ്റ്റുഡിയോ ആണ്. നമ്മളിപ്പോൾ എന്തായാലും ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നില്ല, അതിന് വേറെ കാശ് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് അതിന് നമ്മൾ ഈ ടിക്കറ്റ് എടുത്തിരിക്കുന്നതുകൊണ്ട് ഒരു $10 ഡിസ്കൗണ്ട് ഉണ്ട്. പക്ഷെ എന്നാലും കുറച്ച് കാശ് കൊടുക്കണം. എത്രയാണെന്ന് അറിഞ്ഞുകൂടാ, നോക്കണം. എന്തായാലും സമയമില്ല, കാശില്ല, അതുകൊണ്ട് നോക്കുന്നില്ല. ജം മൈനിങ്ങിനാണ് പോകുന്നത്. ജം മൈൻ, ലെറ്റ്സ് ഗോ മൈൻ ദ ജംസ്. All you gotta do, take a little bit of the time from the bucket, kind of salt, pepper, and the leaves, and you'll sift it around like this. ജം നമ്മൾ തട്ടി, ജമ്മും കുറച്ചടിയും കൂടെ നമ്മൾ തട്ടി സൈഡാക്കിയിരിക്കുകയാണ്. എന്നിട്ട് വെള്ളത്തിലോട്ട് അലിച്ച് വൃത്തിയാക്കി നമ്മൾ ജംസ് കണ്ടെത്തിയിരിക്കുകയാണ്. Wow, amazing. So what did they find all the gems? ഷാനിക്ക് വേണ്ടേ? അയ്യോ ഷാനി, Shani don't കവറിലെടുത്തിട്ടോ അതെ കവർ. ആ മറ്റേ ആര് പറഞ്ഞ സാധനം കിട്ടി. അത് ഇതാണ് പരിപാടി.
Look at all these gems I'm putting in my room. Shani, look. Look what I found. I'm keeping this in my room. Shani, take one in the... 3 ഉണ്ട്. കുറേ ജെം ജം മൈനിങ് 4 പാക്കറ്റ് നിറയെ ജെമ്മ് നമ്മൾ മൈൻ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ വെള്ളാരംകല്ല് എന്ന് പറയും. ഇവിടെ മാത്രമല്ല പല ടൈപ്പ്. അതെ, നമ്മുടെ നാട്ടിലെ വെള്ളാരംകല്ല് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിൽ ഓരോ ടൈപ്പ് കല്ലിനും ഓരോ മെറ്റീരിയൽ, ഓരോരോ എലമെന്റ്സ് ആണ് അതിനകത്തുള്ളത്. മിനറൽസ് ആണ് അതിനകത്തുള്ളത്. അപ്പോൾ അതിൻ്റെ സവിശേഷതകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും കൂടെയുള്ള ഒരു ആക്ടിവിറ്റിയാണത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ എവിടേക്കാണ് പോകുന്നത്? ഇനി നമ്മൾ അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഈ ഒരു സാധനത്തിനെ കുറിച്ചൊരു റിവ്യൂ പറയുകയാണെങ്കിൽ ഇതിൽ ഒരു റൂമിൽ മാത്രമേ ഉള്ളൂ പറയണ, മീൻസ് ആ ഒരു വർത്ത് പറയണത് ആ ഒരു റൂം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതിന് ഇത്രയും പൈസ വാങ്ങണോ എന്നോ പക്ഷേ ഇത് അതിന് മാത്രമല്ല, ഈ $50 വാങ്ങുന്നത് ഇത് എല്ലാ അട്രാക്ഷനും കൂടിയിട്ടാണ്. മിസ്റ്ററി ഹില്ലും ജെം മൈനിങ്ങും ബുള്ള് റൈഡും എന്താണ് നമ്മുടെ ആക്സ് ത്രോയിങ് അവിടെ ഉണ്ടായിരുന്നില്ല. മിസ് ചെയ്തു. അത് നല്ലൊരു സാധനമായിരുന്നു. ശരി, എല്ലാവരുടെയും പോയി ആക്സ് ത്രോ ചെയ്യാൻ പറ്റില്ല. അത് പറ്റില്ല. അപ്പോൾ ആക്സ് ത്രോയിങ്ങിന്റെ കാശ് തിരിച്ച് റീഫണ്ട് കിട്ടുമോ എന്ന് അറിയില്ല. അപ്പോൾ പോയി ചോദിച്ചു നോക്കാമെന്ന് പറയാം. കാരണമാണ് നല്ല മഴയായിരുന്നു രാവിലെ മുതൽ. വെതർ അത്ര നല്ലതല്ല. അതെ, അപ്പോൾ എന്തായാലും പോയി ചോദിച്ചു നോക്കട്ടെ. ചിലപ്പോൾ കിട്ടും. അവർ പറയുന്ന ആ ടിക്കറ്റ് കൊണ്ട് എന്ന് വന്നാലും നിങ്ങൾക്ക് ആക്സ് ത്രോ ചെയ്യാന്നാണ് പറയുന്നത്. അതെ, നമ്മുടെ വീട്ടിൽ നിന്ന് 5 മണിക്കൂറുണ്ട് ഇങ്ങോട്ട്. അപ്പോൾ അതിന് വേണ്ടി ഇനി ആക്സ് ത്രോ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് കാശ് കിട്ടുമോ എന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ ലെറ്റ്സ് ഗോ. എന്തായാലും നല്ലതാട്ടോ. മറ്റേ ആ ഗ്രാവിറ്റിന്റെ ഒരു സാധനം നല്ല ഫീൽ കിട്ടുന്നുണ്ട്. ചെറുതായിട്ടൊന്നുമല്ല, നല്ല കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു കറക്കം ഉണ്ടായിരുന്നു. The best was the gem. Okay. പോവാം. നമ്മള് കാശ് കിട്ടുമോ ചോദിച്ചിട്ട് വരട്ടെ. ജം സൈഡിലൊക്കെ ജംസ്. He's talking. ജാതകം പറഞ്ഞുതരോ? ജാതകം ഭാവി ഭൂതം വർത്തമാനം പറയുന്ന ടീമാണെന്നാണ് തോന്നുന്നത്. നോർത്ത് കേരളീന. ഇത് ഈ മ്യൂസിയത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റോറാണ്. നമ്മൾ ഇവിടുത്തെ ഏത് മ്യൂസിയത്തിൽ പോയാലും കാണും ഇതുപോലത്തെ ഒരു സ്റ്റോർ. ఇక్కడ ഒരു മിനിറ്റ്. പട്ടിക്കുട്ടീസ്, വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മുടെ വിൻഡ് ചൈം. എനിക്കതിൻ്റെ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ മ്യൂസിയങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ സോവനീറായിട്ട് ഉള്ള കുറേ ടീഷർട്ടുകളും അതുപോലെ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ കാണാം. നമുക്കൊരു മെമ്മറി ആയിട്ട് കീപ്പ് ചെയ്യാനും പറ്റും. അതുപോലെ കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ ആ ഒരു അട്രാക്ഷൻ, ആ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനെ കുറിച്ച് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും പറ്റും. കപ്പുകൾ, മിസ്റ്ററി ഹില്ലിൻ്റെ കപ്പ്, സോവനീറുകൾ, ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന മാഗ്നറ്റാന്ന് തോന്നുന്നു. അതെ, മാഗ്നറ്റാണ്. ഇത് കുറേ സാധനങ്ങളുണ്ട്. ക്യൂബിക് സിർക്കോണ, നല്ല ലുക്കായിട്ടുണ്ട്. റിങ്ങുകൾ, നല്ല സ്റ്റൈലിഷ് റിങ്ങുകൾ. ടേൺ